പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരണത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പ്രാർത്ഥനയുടെ പല രീതികളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു. പഴയ നിയമ പ്രാർത്ഥനകൾ ഏതു വിധത്തിലായിരുന്നു നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് ധ്യാനിച്ചു. നമ്മുടെ കർത്താവിൻ്റെ രക്ഷകരുമായ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ രീതികൾ നമ്മൾ ധ്യാനിച്ചു. അപ്പോസ്തല കാലത്ത് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചു. ശിഷ്യന്മാരുടെ പ്രാർത്ഥനാ രീതികൾ നമ്മൾ ധ്യാനിച്ചു പോന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന വിധത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവൻ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ ഞങ്ങളേറെ വളരുവാൻ, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന വരം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഓരോ വിഷയങ്ങളും അലസതയില്ലാതെ മടിയില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കെട്ടുത്തരുന്തരമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വേണ്ട വിധത്തിൽ എങ്ങനെ പ്രാർത്ഥന നടത്തണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ ബലഹീനതകൾ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ പാടി പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇരിക്കാൻ. കാരണം സത്യമായ പ്രാർത്ഥന, ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥന നടത്തുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആരംഭിക്കാൻ. എന്ത് പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ, നമ്മുടെ ഉള്ളിലെ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം എന്താണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നുള്ളൂ. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പാപബോധമുണ്ടായി, പാപത്തിൽ നമ്മളെ രക്ഷിക്കണം, നമുക്ക് രോഗങ്ങൾ മാറണം, കഷ്ടതകൾ മാറണം, പ്രയാസങ്ങൾ മാറണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി മാറേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി മാറുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയുള്ളൂ. കാരണം എന്താ? അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചൊരിക്കൽ ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ വീണ്ടും പാപത്തിൽ പതിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മൾ പാപമോചനം കിട്ടിയവരാണെങ്കിലും പാപത്തിൻ്റെ ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ലാതെയായി മാറുകയാണ്. അപ്പോൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അത് ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവ് പറയുന്ന പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ സ്വീകരിക്കുകയുള്ളൂ എന്ന് പൗലോസ്ലീഹ പറയുന്നു. ഇവിടെ അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അന്ന് ആദിമ സഭയിലെ ആളുകളെ വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ വിശുദ്ധരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്.
അവരെ ലോകത്തിൽ നിന്നെല്ലാം മോചനം നേടിയവരായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായവും 4-ാം അധ്യായവും വായിക്കുമ്പോഴൊക്കെ ലൗകികമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവരൊഴിഞ്ഞിരുന്നവരാണ്. അതുകൊണ്ട് അവരെ വിശുദ്ധരെന്നാണ് വിളിച്ചിരുന്നത്. വിശുദ്ധിയിലേക്ക് വളരാനുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു വിളി കൂടിയാണത്. ഇന്ന് നമുക്കത് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ ആത്മീയമായി ചിന്തിക്കുന്ന ആളുകളൊക്കെ ആ വിശുദ്ധിയിലൂടെ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നതിനുള്ള അറിവ് നമുക്ക് നല്ലതാണ്. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 14-15 ഒക്കെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കളാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ഇതാണ് നമ്മുടെ അധികാരം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14, 15, 16, 17 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. എല്ലാ വിശുദ്ധന്മാർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? സുവിശേഷ പ്രസംഗകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുമ്പ് നമ്മൾ കേട്ടു ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇപ്പോൾ എല്ലാവരും ധൈര്യപൂർവ്വം, പൗലോസ്ലീഹായെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും ഈ കാലഘട്ടത്തിൽ എല്ലാ സുവിശേഷകരും ധൈര്യപൂർവം സത്യം സംസാരിക്കുവാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാ സുവിശേഷകരും സത്യം സംസാരിക്കണം. ഭൗതികമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകാനല്ല, ആത്മാവിൻ്റെ നിത്യജീവൻ്റെ അനുഭവം ഉണ്ടാകുന്ന കറതീർന്ന നിർമ്മല സുവിശേഷം, ഭൗതിക നേട്ടങ്ങളെക്കാളൊക്കെ ഉപരി പലരും പ്രസംഗിക്കുന്നത് ഇപ്പോൾ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താ പറയുക, കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയെക്കുറിച്ചൊക്കെയാണ്. അതൊന്നും തെറ്റല്ല. പക്ഷെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സുവിശേഷത്തിൻ്റെ പൂർണ്ണത പ്രസംഗിക്കുമ്പോൾ അതിന് ധൈര്യം വേണം. അത് പ്രസംഗിക്കാൻ അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവരും അതിനെ അംഗീകരിക്കില്ല. ഒരുപാട് പീഡനങ്ങളുണ്ടാവും. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടിയും സുവിശേഷം പ്രസംഗിക്കുന്നവരും ധാരാളമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനുമായ യേശുക്രിസ്തു തന്നെ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട്
മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനുമായ യേശു ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമായി നമ്മളെ കാണിച്ചു തരുന്നത്. ഇനി എബ്രായർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എബ്രായർ 4:15 അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമ്മുടെ ബലഹീനതയിൽ സഹായിക്കുന്ന ഒരു വലിയ മഹാപുരോഹിതനാണ് യേശുക്രിസ്തുവാണ് നമുക്കുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു. യേശുക്രിസ്തു നമ്മളെ പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 59-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. 7-ാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മുടെ ബലഹീനതയ്ക്ക് തക്ക തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും അതുപോലെയുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. സ്തെഫാനോസിന് അതുകൊണ്ട് ധൈര്യപൂർവം ആ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് അവൻ ശക്തമായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഈ പാപം അവരുടെ മേൽ നിർത്തരുതേ എന്ന് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആരാധന, മഹത്വം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ശ്രേഷ്ഠമായ പ്രാർത്ഥനകൾ അവിടുത്തെ തിരുമുമ്പാകെ അർപ്പിക്കുവാൻ ബലഹീനരും പാപികളും കുറവുള്ളവരായി ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബലഹീനത ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ ധ്യാനിച്ചു. യേശുക്രിസ്തുവും ആ മഹാപുരോഹിതൻ ഞങ്ങളുടെ ബലഹീനതയിൽ തക്ക തുണ നിൽക്കുന്നവനാണെന്നും അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നുകൊണ്ട് ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനയ്ക്ക് മാധ്യസ്ഥം വഹിക്കുന്നു എന്നും ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത്രയും സ്നേഹമുള്ള ദൈവമേ, ഇത്രയും കരുതുന്ന കർത്താവേ, യേശുവേ, ഞങ്ങൾ ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി സമയമെടുത്ത് നിരന്തരം ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ കൃപയരുളണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടു തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.